നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായ കല്ലാർകുട്ടി അണക്കെട്ടിൽ വീണ്ടും വെള്ളം നിറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 27-നായിരുന്നു അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ചത്. അണക്കെട്ടിൽ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾക്കായിരുന്നു സ്ലോയിസ് വാൽവ് തുറന്ന് അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കിവിട്ടത്. അണക്കെട്ടിൽ ടണലിന് മുമ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാഷ് റാക്ക് കാലപ്പഴക്കത്തെ തുടർന്ന് മാറ്റി സ്ഥാപിക്കേണ്ടുന്ന ജോലികളായിരുന്നു നടത്തേണ്ടതായുള്ളത്. ഇതിനായിട്ടായിരുന്നു കഴിഞ്ഞ ഡിസംബർ 27-ന് അണക്കെട്ടിന്റെ സ്ലൂയിസ് വാൽവ് തുറന്ന് അണക്കെട്ടിലെ വെള്ളം പൂർണ്ണമായി ഒഴുക്കി കളഞ്ഞത്. ഇതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടത്തി. പണികൾ പൂർത്തീകരിക്കപ്പെട്ടതോടെയാണ് ഡാമിൽ വീണ്ടും വെള്ളം നിറച്ചത്. ഇന്നു മുതൽ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് KEB ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1961-ലാണ് കല്ലാർകുട്ടി അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്. ഇവിടെ നിന്നും നേര്യമംഗലം ജലവൈദ്യുതി നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ടണൽ മുഖത്തെ ട്രാഷ് റാക്ക് അക്കാലത്ത് സ്ഥാപിച്ചതാണ്. ഇടയ്ക്കിടെ തകരാറിലാവുന്ന ട്രാഷ് റാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക മാത്രമാണ് ഇതുവരെ ചെയ്തിരുന്നത്. കാലഹരണപ്പെട്ട ട്രാഷ് റാക്ക് മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന നടപടികൾ ആദ്യമായാണ് നടത്തിയത്. അണക്കെട്ടിൽ ധാരാളമായി മണലും ചെളിയും വന്നടിഞ്ഞിരിക്കുന്നതിനാൽ ഏറ്റവും താഴ്ഭാഗത്തെ ട്രാഷ് റാക്കുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മണലും ചെളിയും നീക്കുന്ന മുറയ്ക്ക് ഈ ജോലികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.